നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം 15 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ 15 പ്രതികൾക്കും വധശിക്ഷ ലഭിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ആദ്യമെന്നാണ് നിയമവിദഗ്ധരടക്കം ഈ ഒരു വിധി പുറത്തു വന്നതിന് ശേഷം പറഞ്ഞത്. ബിജെപി നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. കൊലപാതകം ആസൂത്രിതമാണെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു. വധിക്കേണ്ട രാഷ്ട്രീയ ശത്രുക്കളുടെ പട്ടിക പ്രതികൾ തയ്യാറാക്കിയിരുന്നു. തീയതികളും നിശ്ചയിച്ചു. 2021 ഡിസംബർ 19 പുലർച്ചെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ടാണ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. 4 ജയിലുകളിൽ വധശിക്ഷ കാത്ത 37 പേരുണ്ടെങ്കിലും കേരളത്തിൽ ഒടുവിൽ വധശിക്ഷ നടപ്പാക്കിയത് 33 വർഷം മുൻപാണ്. ചുറ്റിക കൊണ്ട് 14 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രനെ 1991 കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 1979 കളിയാക്കവിള സ്വദേശി അഴകേശിനെയാണ് ഒടുവിൽ തൂക്കിലേറ്റിയത്. ദുർമന്ത്രവാദത്തിനായി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതാണ് കേസ്. പൂജപ്പുര, വിയ്യൂർ, കണ്ണൂർ സെൻട്രൽ ജയിലുകളിലും വിയ്യൂർ അതിസുരക്ഷാ ജയിലിലുമാണ് വധശിക്ഷ കിട്ടിയവരെ പാർപ്പിക്കുക. തടവുകാരെ തൂക്കിലേറ്റാൻ കണ്ണൂരിൽ 2ഉം പൂജപ്പുരയിൽ 1ഉം കഴുമരങ്ങളുണ്ട്. രണ്ടിടത്തുമായി ഇതുവരെ 26 പേരെ തൂക്കിക്കൊന്നിട്ടുണ്ട്. നിലവിൽ ഒറ്റ ജയിലിലും ആരാച്ചർമാരില്ല. വധശിക്ഷ നടപ്പാക്കേണ്ടി വന്നാൽ 2 ലക്ഷം രൂപ പ്രതിഫലം നൽകി ആരാച്ചരെ നിയമിക്കും. നേരത്തെ ആരാച്ചർക്കായി ഇന്റർവ്യൂ നടത്തിയപ്പോൾ എഞ്ചിനീയറിംഗ് ബിരുദധാരികളും MBAക്കാരും എല്ലാം പങ്കെടുത്തിരുന്നു. നിർഭയ കേസിൽ വധശിക്ഷ നടപ്പാക്കിയതോടെ ജയിലുകളിലെ കഴുമരങ്ങൾ ബലപ്പെടുത്തിയിരുന്നു. വധശിക്ഷ കിട്ടിയവരെല്ലാം മേൽക്കോടതികളിൽ അപ്പീൽ നൽകി കാത്തിരിക്കുകയാണ്. അത്യപൂർവ കുറ്റങ്ങൾ ഇല്ലാതെ വധശിക്ഷ പാടില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട്. രാജ്യങ്ങളിൽ വധശിക്ഷ നിർത്തലാക്കിയത് 98 പേരുടെയാണ്. ഇന്ത്യയിൽ വധശിക്ഷ കാത്തു കഴിയുന്നത് 539. വധശിക്ഷ കിട്ടിയവരുടെ കണക്കുകൾ എങ്ങനെയാണ്? ഉത്തർപ്രദേശിൽ 100, ഗുജറാത്ത് 61, ജാർഖണ്ഡ് 46, മഹാരാഷ്ട്ര 39, ഡൽഹി 30 എന്നിങ്ങനെയാണ്. വധശിക്ഷ വിധിച്ചവർക്ക് പരോൾ നൽകില്ല. അതുപോലെ ജയിൽ ജോലികൾ ചെയ്യണം. സാധാരണ തടവുകാർക്കൊപ്പം ദയാഹർജി തള്ളിയാൽ ബ്ലാക്ക് വാറന്റ് ഉണ്ട്. ഈ ഘട്ടത്തിൽ സെല്ലിൽ ഒറ്റയ്ക്കാകും. നിത്യേന മെഡിക്കൽ പരിശോധനകളുണ്ട്. രോഗം ബാധിക്കാതിരിക്കാൻ കരുതൽ, ആത്മഹത്യ ചെയ്യാതിരിക്കാൻ സുരക്ഷ. കേരളത്തിൽ ഇന്നലെ ആ വിധി വന്നപ്പോൾ അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് തോന്നിയത്. എന്നാൽ ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുന്നത് രാജ്യത്ത് ആദ്യമല്ല. 2016 ബീഹാറിൽ ദളിതരെ കൂട്ടക്കൊല ചെയ്തതിന് 16 പേർക്ക്, രാജീവ് ഗാന്ധി വധക്കേസിൽ 28 പേർക്കും, 2000 അഹമ്മദാബാദ് സ്ഫോടന കേസിൽ 38 പ്രതികൾക്കും കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. വധശിക്ഷ വിധിച്ചാലും മിക്ക കേസുകളിലും അപ്പീലുകളിലൂടെ ശിക്ഷ ജീവപര്യന്തമായി കുറയും. വധശിക്ഷ വിധിക്കാറുണ്ടെങ്കിലും നടപ്പിലാക്കുന്നത് കുറഞ്ഞതിനാൽ സംസ്ഥാനത്ത് ആരാചാരില്ല. കണ്ണൂരിലും തിരുവനന്തപുരത്തുമാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള കഴുമരങ്ങളുള്ളത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലുകളിൽ കഴിയുന്നവരുടെ അപ്പീൽ ലഭിച്ചാൽ സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിശദമായ പരിശോധന നടത്തും. ഇതിനായി വിദഗ്ധർ ഉൾപ്പെടുന്ന പ്രത്യേക ഏജൻസിയെ നിയോഗിച്ചിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസിക നില മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം പരിശോധിക്കും. ജയിലിലെ പെരുമാറ്റം, കുടുംബം, സാമൂഹിക പശ്ചാത്തലം, സാമൂഹിക ജീവിതത്തിന് പറ്റിയ നിലയിലേക്ക് സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ, തൊഴിൽ സാധ്യത തുടങ്ങിയ കാര്യങ്ങളടക്കം പരിശോധിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനം എടുക്കുന്നത്. കൂടാതെ ഹൈക്കോടതി വിധി എതിരായാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം. സുപ്രീം കോടതിയും തള്ളിയാൽ രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിക്കാം.